നമ്മുടെ BJPയുടെ വയനാട് സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കെ സുരേന്ദ്രൻ ഇന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ബൈറ്റ് ഉണ്ട്. അതിൽ കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാടിനിപ്പോൾ ഒരു നാഥനെയാണ് വേണ്ടത്. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും വിജയിപ്പിച്ച് കഴിഞ്ഞാൽ വയനാടിന് നാഥനെ കിട്ടൂല. നാഥനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വയനാടിന് വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വയനാടിൻ്റെ നാഥനായിക്കോളാം എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാവുന്നത് എന്തിനാണെന്നറിയാം. കേരള BJP ഘടകം തന്നെ സുരേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുന്ന സമയമാണിത്. പലപ്പോഴും പല കാര്യങ്ങളിലും സുരേന്ദ്രനാണ് കേരളത്തിലെ BJP ഘടകത്തെ നശിപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ ആ സ്ഥാനത്ത് മാറ്റണമെന്നും അതുപോലെ തന്നെ പല ആളുകളും സുരേന്ദ്രനെതിരും കൂടിയാണ്. BJP ഘടകത്തിന് ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥേൻ്റെ മെയിൻ കാരണം സുരേന്ദ്രനാണ് എന്നാണ് പല ആളുകളും പറയുന്നതൊക്കെ. അപ്പോൾ നല്ല ഒരു പദവി കിട്ടിയിട്ട് അതുപോലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാവാത്ത സുരേന്ദ്രനാണ് ഇനിയിപ്പം വയനാടിൻ്റെ നാഥനായിട്ട് വയനാടിനെ രക്ഷിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ആ ഒരു ബൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നേതാക്കൾ പാനി രാജയായാലും രാഹുൽജി ആയാലും അവർക്ക് വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ അഭ്യർത്ഥന അവരെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിലേക്ക് സ്വതന്ത്രമായി വിടുക. രാഹുൽജിക്ക് ഇന്ത്യയിലും പുറത്തും വലിയ തിരക്കുള്ള ആളാണ്. ജോഡോ ഞാൻ യാത്ര പുള്ളിക്കാരനാണെങ്കിൽ പിന്നെ ഒരു തിരക്കുമില്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആളായതുകൊണ്ട് കെ സുരേന്ദ്രൻ അതുകൊണ്ട് പുള്ളിക്കാരന് വയനാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ BJPക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, BJPക്കാർ എന്തുകൊണ്ടാണ് സുരേന്ദ്രനെ കുറേ ആളുകൾ എതിർക്കുന്നേ എന്നൊന്നും ചോദിക്കാൻ പാടില്ലേ. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇറ്റ്സ് എ റാങ്. ഇടയിലും അദ്ദേഹം പോവുക. അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് നമ്മൾ ജനങ്ങളിങ്ങനെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു നാഥനെയാണ്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ, ആവലാതികൾ പറയാൻ, ഫോണിൽ വിളിച്ചാൽ കിട്ടാൻ, ഓടിയെത്തണം എന്ന സമയത്ത് ഓടിയെത്താൻ സാധിക്കില്ലല്ലോ. രാഹുൽജിക്കും ആന്യമേടത്തിനും പുള്ളിക്കാരനാണെങ്കിൽ പിന്നെ ഓടിയെത്തുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഹെലികോപ്റ്ററൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ വിളിക്കുന്ന ഏത് സമയമാണോ ആ സമയത്ത് തന്നെ കറക്റ്റ് എത്തപ്പെടും. ഹെലികോപ്റ്ററൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും വലിയൊരു വിഷയമായിട്ട് വരില്ല. അത് സാധിക്കില്ല. എനിക്കത് സാധിക്കും. ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു പാവപ്പെട്ടവനാണ്. ആദിവാസികളുടെയും വനവാസി എങ്ങനെ പറയാറ്, പാവപ്പെട്ടവനാണെന്ന് മാത്രം പറയാറ് അല്ലേ. നമ്മൾ അറിഞ്ഞിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇലക്ഷനിൽ. ആദിവാസികളുടെയും കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയൊക്കെ കൂടെ കഴിയാൻ മടിയില്ലാത്ത ആളാണ്. എന്നിട്ട് എന്താ ഡൽഹിയിലേക്ക് പോകാത്ത? അവിടെ ഒരു കർഷക സമരം നടക്കുന്നുണ്ടല്ലോ. കർഷകർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും കർഷകരോടൊപ്പം നിൽക്കാനും താമസിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആള് കർഷക സമരം നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും ഇതുവരെയായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. എന്താ അവർ കർഷകരായിട്ട് തോന്നിയിട്ടില്ലേ ഈ കെ സുരേന്ദ്രന്? അവരെ കാണുമ്പോൾ കർഷകരല്ല എന്നുള്ള കാര്യം തോന്നുന്നുണ്ടോ? അവരും കർഷകർ തന്നെയല്ലേ. അവർക്കെതിരെ ഒരു അക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും എനിക്ക് വയനാട്ടിലെ വോട്ടർമാരോട് ഉള്ള അഭ്യർത്ഥന ഇതാണ്. ഇത്രയും തിരക്ക് പിടിച്ച ദേശീയ നേതാക്കൾ അവരെ അവരുടെ ജോലിക്ക് വിടുക. വയനാടിനെ കാക്കാൻ എന്നെ അനുവദിക്കുക എന്നുള്ള അഭ്യർത്ഥനയാണ് വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധം. വയനാടിനെ കാക്കാനാണോ അല്ലെങ്കിൽ അക്ഷരം ചെറുങ്ങനെ മാറ്റണ? വയനാടിനെ കക്കാൻ എന്നാറ്റാക്കണ? അല്ല, പൊതുവേ രാഷ്ട്രീയ പ്രവർത്തകർ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്കിനാണ് കൂടുതൽ ചേരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കേട്ടോ. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്നുള്ള കണക്കൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. മുൻധാരണയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ ഒരു പാർട്ടി തീരുമാനം ഏറ്റവും ആദ്യം അനുസരിക്കേണ്ട ഒരാൾ ഞാനാണ്. വളരെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നെങ്കിലും അതിനെ പൂർണ്ണ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിച്ചു. ഒരു ശക്തമായിട്ടുള്ള മത്സരം വയനാട്ടിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട്. ചിരിപ്പിക്കല്ല ശക്തമായ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട്ടിലെ കേരളത്തിൽ ഒരു സ്ഥലത്തും BJPക്ക് ശക്തമായിട്ടുള്ള പോരാട്ടം BJP എവിടെയാണാവോ കാഴ്ചവെക്കുന്നത്? ശക്തമായിട്ടുള്ള പോരാട്ടം എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ കേൾക്കുന്ന ആളെ ചിരിപ്പിക്കല്ല കേട്ടോ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇന്ന് ഇറങ്ങുകയാണ് വയനാട്ടിലേക്ക്. വയനാട് എനിക്കൊരു പുതിയ മണ്ണല്ല. ഞാൻ 10 വർഷം അവിടെ താമസിച്ച ഒരാളാണ്. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയുന്ന ഒരാളാണ്. നല്ല തോതിൽ ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതെനിക്കൊരു മുതൽക്കൂട്ടാവും. ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ അമേഠിയിലെ ജനങ്ങൾ അപ്പം ശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് ഒരു അത്ഭുതമായിരിക്കും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലേ. ഇനി അഥവാ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ആളുകൾ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുന്ന ഒരു സംഗതിയായിരിക്കും. അല്ലാണ്ട് സ്വാഭാവികമായിട്ട് നടക്കാനുള്ള സംഗതിയല്ല ഈ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അത് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട്. അത് നിങ്ങളെ വായിൽ തന്നെ പറഞ്ഞതും നന്നായി. രാഹുൽജിയോട് കാണിച്ച കാര്യം തന്നെ ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിക്കും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാ പറഞ്ഞേ ഒന്നും കൂടി കേട്ടാലോ? അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയുന്ന ഒരാളാണ്. നല്ല തോതിൽ ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതെനിക്കൊരു മുതൽക്കൂട്ടാവും. ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ അമേഠിയിലെ ജനങ്ങൾ രാഹുൽജിയോട് കാണിച്ച കാര്യം തന്നെ ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിക്കും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി. തെറ്റിപ്പോയി സുരേന്ദ്ര, തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമേഠിയിലുള്ള ജനങ്ങളല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിങ്ങളെ പാർട്ടിക്ക് ക്ലച്ച് പിടിക്കാനാവാത്തത്. അമേഠിയിൽ പിടിച്ചതും കേരളത്തിൽ പിടിക്കാത്തതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ നിങ്ങളിട്ടത്. രണ്ടും രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ജനങ്ങളായി പോയടേ. പറ്റുമെന്ന് ഒരു വിശ്വാസവും വേണ്ട. അതെ, അത് പിന്നെ CPI-ക്കാരെ അത് തന്നെ പറഞ്ഞല്ലോ. ആനി രാജൻ, ഞാൻ ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ആനി മാഡം തന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? രാഹുൽജി ഇങ്ങോട്ട് പറയരുത്. കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിലായിരിക്കുമല്ലോ അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്രസക്തമാണ് ഇവരുടെ രണ്ടുപേരുടെയും മത്സരം. അവരിൽ ഏതെങ്കിലും ഒരാളെ മത്സരിക്കേണ്ട കാര്യമുള്ളൂ. കാരണം അവരിൽ ആര് ജയിച്ചാലും പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ടുപേരും എന്തിനാണ് ഒരു നാടകം കളിക്കുന്നത് എന്നുള്ള ചോദ്യം വയനാട്ടിലെ 10-12 ലക്ഷം ജനങ്ങളുടെ വോട്ടർമാർക്കിടയിലുണ്ട്. അത് കറക്റ്റ് കേട്ടോ. അത് ഞാനും ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടും ഒരേ മുന്നണിക്ക് കീഴിൽ ഉള്ള രണ്ടാളുകൾ തമ്മിൽ എതിർകക്ഷികളായിട്ട് മത്സരിക്കേണ്ട കാര്യം എന്താ? ഈ യാനി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും രാഹുൽ ഗാന്ധിയും രണ്ടുപേര് മത്സരിച്ച് കഴിഞ്ഞാലും രണ്ടാളുകളും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. പിന്നെ അവരെന്തിന് ഈ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കഴിഞ്ഞ് മത്സരിക്കേണ്ട ആവശ്യം എന്നാ? ഏതെങ്കിലും ഒരാൾ നിന്നാൽ പോരെ? അതല്ലേ മാന്യമായ പരിപാടി. അത് സുരേന്ദ്രജി പറഞ്ഞ കാര്യത്തിൽ ഞാൻ സുരേന്ദ്രജിക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേര് ജയിച്ചു കഴിഞ്ഞാലും പ്രതിപക്ഷത്താണ് ഇരിക്കേണ്ടി വരിക. ഈ മുൻകൂട്ടിയിട്ട് നിങ്ങൾക്ക് പ്രതിപക്ഷത്താണ് ഇരിക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ. അത് EVM ആവാം, മറ്റ് ED വെച്ചിട്ട് പേടിപ്പിക്കുന്ന പല പരിപാടികളും ആകാം, പല ആളുകളും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകാം. എന്ത് തന്നെയാണെങ്കിലും ഈ ജനാധിപത്യത്തോട് താങ്കൾ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അത് എന്നാണ് ഞാൻ പറയും. നിങ്ങൾ പ്രതിപക്ഷത്താണ് അവർ വരിക എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 500 സീറ്റ് കിട്ടും, നിങ്ങൾക്ക് 400 സീറ്റ് കിട്ടും, 370 സീറ്റ് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? നമ്മുടെ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട് കോടികൾ ചിലവാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് അവരെ പ്രതിപക്ഷത്തും നിങ്ങൾ ഭരണപക്ഷത്തും അങ്ങ് ഭരിച്ചാൽ പോരെ? ആ പറഞ്ഞ പ്രസ്താവന വളരെ റോങ് പ്രസ്താവനയാണ്. പ്രതിപക്ഷത്തായിരിക്കും അവർ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നത്. മത്സരം നടക്കട്ടെ, മത്സരം കഴിഞ്ഞതിന് ശേഷം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാണാം എന്നൊക്കെ പറയുന്നത് ന്യായമായുള്ള ഒരു വാക്കായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ അവർ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടവരാണ് എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് സുരേന്ദ്രൻ പറഞ്ഞതിൽ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നമുക്ക് നോക്കാലോ എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റുകളാണ്, എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത്.